ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ദേശത്തെ ദേശത്താലമാണ് കേട്ടോ. ഇതൊരു വർഷാവർഷം നടത്തുന്നതാണ്. ഇപ്പം 23ാമത്തെ വർഷത്തെ താലമാണ്. അപ്പം ഇതെനിക്ക് കൂടാനും കൂടെ സാധിച്ചു എന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ രാവിലത്തെ കാവടിയാണ് കേട്ടോ ഇത്. പിള്ളേർ ചെറായി അമ്പലത്തിലേക്ക് കാവടി കൊണ്ടുപോകുന്നതാണ്. കാവടിയുടെ കൂടെ തന്നെ പെൺകുട്ടികളുടെ പൂത്താലവും ഉണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. പിള്ളേരിങ്ങനെ തുള്ളിയൊക്കെ പോകുന്നത് കാണാനൊക്കെ രസമുണ്ടായിരുന്നു. ഇവിടുത്തെ ദേശതാലം 2 രീതിയിലാണ് നടക്കുന്നത്. രാവിലെ കാവടി തുള്ളി ചെറിയ താലങ്ങളെടുത്ത് ചെറായി അമ്പലത്തിലേക്ക് പോകുകയും വൈകിട്ട് അയ്യമ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കും പള്ളത്താങ്കുളങ്ങര ദേവീക്ഷേത്രത്തിലേക്കുമാണ് വൈകിട്ടത്തെ താലം പോകുന്നത്. മെയിനായിട്ടും ഇവിടെ താലം പോകുന്നത് പള്ളത്താങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ദേവിക്ക് താലി അർപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേക വഴിപാടെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വർഷാവർഷം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറായി അമ്പലത്തിലേക്ക് മുരുകന് വേലും അയ്യമ്പള്ളി അമ്പലത്തിലേക്ക് ശിവന് ചന്ദ്രക്കലയുമാണ് നൽകുന്നത്. അപ്പോൾ ഇത് വൈകിട്ടത്തെ താലം ഒരുങ്ങുന്ന ചടങ്ങാണ്. ശാന്തി വന്ന് രഥമൊക്കെ അലങ്കരിച്ച് താലമൊക്കെ പൂജിച്ചതിന് ശേഷമാണ് എല്ലാ സ്ത്രീകളും താലം കയ്യിലേറ്റുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് വഴിപാട് കൊടുക്കുന്നത് ഈ അമ്മയാണ്. അപ്പോൾ ഈ അമ്മേനെ അവരുടെ വീട്ടിൽ നിന്ന് ആനയിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ വീടിന് അവിടുന്ന് താലം പുറപ്പെടുകയാണ്. അപ്പോൾ അതിന് മുന്നേ ചെണ്ടമേളവും കാവടിയാട്ടവും ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർ കാവടിയൊക്കെ ആടുകയാണ്. അപ്പോൾ താലം പുറപ്പെട്ടു തുടങ്ങി. അപ്പോൾ ദേവീനെ ആനയിച്ച് ആദ്യം നമ്മൾ അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ താലം എടുത്തവർക്ക് താലം അവിടെ സമർപ്പിച്ചതിന് ശേഷം നേരെ പിന്നീട് പള്ളത്താങ്കുളങ്ങര ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ദേവീനെ രഥത്തിൽ വെച്ച് ആനയിച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ താലത്തിൻ്റെ കൂടെ തന്നെ പയ്യെ പയ്യെ വണ്ടി ഇങ്ങനെ നീങ്ങി നീങ്ങിയാണ് പോകുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭഗവാന് ചന്ദ്രക്കല സമർപ്പിക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ അയ്യമ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് താലം എടുത്തവർക്കും ക്ഷേത്രത്തിനുള്ളിൽ കയറി താലം സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ അവിടുന്ന് താലമൊക്കെ സമർപ്പിച്ച് നേരെ ഞങ്ങൾ പിന്നെ പള്ളത്താങ്കുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ അമ്പലത്തിനുള്ളിലേക്ക് താലമായിട്ട് കയറുന്ന ചടങ്ങാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ കലാപരിപാടികളൊക്കെ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാൻ തന്നെ പ്രത്യേക രസമായിരുന്നു കേട്ടോ. പിള്ളേരുടെ കളിയാണ് ഒന്നുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം താലം ചൊരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എല്ലാവരും കാവടിയൊക്കെ തുള്ളി അവശതയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ താലം ഓരോരുത്തരുടെ മേടിച്ച് ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം അതിലൊരു വഴിപാട് നമുക്ക് തിരിച്ചു തരും. അപ്പോൾ താലം ചൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് ദേവീനെ അവിടെ നട നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ വഴിപാട് സമർപ്പിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമുക്ക് തിരിച്ച് നേർച്ചയായി തരും. അങ്ങനെ എനിക്കും കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ ദേശതാലത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബൈ.